വൈ എസ് ശർമ്മള കോൺഗ്രസിൽ. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൾ വൈ എസ് ശർമ്മള കോൺഗ്രസിൽ ചേർന്നു. ശർമ്മളയുടെ പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. മതേതര പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ മണിപ്പൂർ സംഘർഷം സംഭവിക്കില്ലായിരുന്നു എന്ന് വൈ എസ് ശർമ്മള പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പും ഭാരത് ന്യായയാത്ര ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ AICC ഭാരവാഹി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ വൈ എസ് ശർമ്മളയെ സ്വീകരിച്ചു. പിന്നാലെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുന്നുവെന്ന് ശർമ്മളയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമ്മളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ചതിനു സമാനമായ രാഷ്ട്രീയ നീക്കമാണ് ആന്ധ്രയിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശർമ്മളയ്ക്ക് സുപ്രധാന ചുമതലകൾ നൽകാനാണ് നീക്കം. 2009 YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ആന്ധ്രയിൽ കോൺഗ്രസിന് കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് YSRന്റെ ഭാര്യ YS വിജയമ്മ ജഗനെയും ശർമ്മളയും കൂട്ടി പാർട്ടി വിട്ടത്. ഇന്ന് പാർട്ടിയിലേക്ക് തിരിച്ചുവരുമ്പോൾ തെലങ്കാന മാതൃകയിൽ തിരിച്ചുവരവാണ് ആന്ധ്രയിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരത് ന്യായയാത്ര ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന നിർണായക യോഗമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. 24 ഡൽഹി.